നമുക്ക് ഏറ്റവും സാധ്യതയുള്ളൊരു ബിസിനസ് എന്ന് പറയുന്നത് ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്ററുകളെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ട്രംപ് കൊണ്ടുവരുന്ന പുതിയ നിയമപരമായ പരിഷ്കരണങ്ങളെല്ലാം ബുദ്ധിമുട്ടാവുന്നുണ്ട്. മലബാർ റീജിയൻ്റെ ഏറ്റവും വലിയൊരു സാധ്യത എന്ന് പറയുന്നത് ഒരു ഔട്ട്ലെറ്റ് കോഴിക്കോട് തുടങ്ങിയാൽ രണ്ടാമത് നമ്മൾ ദുബായിലോ ആണ് തുടങ്ങുന്നത്. IT പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, കണ്ടന്റ് മാനേജ്മെൻറ്റ് പോലത്തെ മേഖലയിലും. GCCയിൽ നടക്കുന്ന മിക്കവാറും ഫേസ്ബുക്ക് അടക്കം ആമസോൺ അടക്കം ഉള്ളവരുടെ കണ്ടന്റുകൾ മാനേജ് ചെയ്യപ്പെടുന്നത് ഹൈദരാബാദ് വെച്ചിട്ടാണ്. പല കമ്പനികളും ഇപ്പോൾ റിയാദിലും അതേപോലെ തന്നെ ദുബായിലും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ നോർത്ത് ആഫ്രിക്കൻ റീജിയൻസിലെ ഡെവലപ്മെൻറ്റ്സുകൾ മാനേജ് ചെയ്യുന്നത്. ഈ കമ്പനികൾക്കൊക്കെ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി കോഴിക്കോട് പോലത്തെ സ്ഥലങ്ങളിലേക്ക് അവരുടെ BPO ഹബ്ബ് ആയിട്ടും കേപ്പബിലിറ്റി ഹബ്ബായിട്ടും മാറ്റുകയാണെങ്കിൽ അത് നല്ല റിസോഴ്സിനെ കിട്ടാനും ഈ റീജിയൻ്റെ ഡെവലപ്മെൻറ്റിനും കമ്പാരിറ്റീവ്ലി അവർക്ക് കോസ്റ്റ് സേവ് ചെയ്യാനും പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കാനും മൊത്തത്തിലുള്ള ഒരു വലിയ പുതിയ റവല്യൂഷനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ട്രംപ് നടപ്പിലാക്കുന്ന പുതിയ പരിഷ്കരണങ്ങളും അറബ് മേഖലയിലെ സാമ്പത്തിക പരിഷ്കരണങ്ങളും ഒരേ സമയം കാലിക്കറ്റ് മലബാർ റീജിയനുകൾക്ക് വലിയ സാധ്യതകൾ തുറന്നു കൊടുക്കുന്നു എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു 5 to 10 ഇയേഴ്സിൻ്റെ ഒരു പ്ലാൻ ഈ വിഷയത്തിൽ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും ഇവിടുത്തെ GDPയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടർ ഈ ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ, BPO, ബാക്കെൻഡ്, അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പോലത്തെ മേഖലയിലും ആർട്ട് ഡിസൈൻ മേഖലയിലും ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ ഔട്ട്സോഴ്സിങ് വർക്കുകൾ വലിയ സാധ്യത തുറന്നു തരുന്നുണ്ട്. രണ്ടാമത് ഇതിൽ മനസ്സിലാക്കേണ്ടത് ഈ റീജിയൻ്റെ മലബാർ റീജിയൻ്റെ ഏറ്റവും വലിയൊരു സാധ്യത എന്ന് പറയുന്നത് ഒരു ഔട്ട്ലെറ്റ് കോഴിക്കോട് തുടങ്ങിയാൽ രണ്ടാമത് നമ്മൾ ദുബായിലോ ആണ് തുടങ്ങുന്നത്. ദുബായിൽ നിന്ന് ഒരു ഗ്ലോബൽ റീച്ച് എത്തിയതിനു ശേഷം ചിലപ്പോൾ മൂന്നാമത്തത് നമ്മൾ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ ദുബായിൽ നിന്ന് അത് ജിദ്ദയിലേക്കോ അതല്ലെങ്കിൽ മറ്റു സ്ഥലത്തിലേക്ക് പോകുന്നതിൻ്റെ കൂടെ തന്നെ ഇന്ത്യൻ എക്സ്പാൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഹെഡ്ക്വാർട്ടർ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനുമുള്ള ഒരു പ്രധാനപ്പെട്ട സാധ്യത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാലിക്കറ്റിൽ തുടങ്ങിയ ഒരു ബിസിനസ്സിൻ്റെ അടുത്ത സ്റ്റേജിൽ നമുക്ക് അത് ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിലേക്ക് വളർത്താം. അവിടെ നിന്ന് ഗ്ലോബലി വളരുന്നതിൻ്റെ കൂടെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വളർത്താനുള്ള ഒരു സാധ്യത നമുക്ക് തുറന്നു തരുന്നുണ്ട്. അപ്പോൾ ഈ സാധ്യതകൾ മുതലെടുക്കാനുള്ള ഒരു പരിഷ്കരണങ്ങളാണ് ഈ മേഖലയിൽ നിന്ന് ഗവൺമെൻറ് തലത്തിൽ നിന്നും ഓണ്ടർപ്രണേഴ്സിൻ്റെ പ്ലാനിങ് തലത്തിൽ നിന്നും അതിനുവേണ്ടി നടപ്പിലാക്കേണ്ടത്. IT പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, കണ്ടന്റ് മാനേജ്മെൻറ്റ് പോലത്തെ മേഖലയിലും. കാരണം ഇപ്പോൾ GCCയിൽ നടക്കുന്ന മിക്കവാറും ഫേസ്ബുക്ക് അടക്കം ആമസോൺ അടക്കം ഉള്ളവരുടെ കണ്ടന്റുകൾ മാനേജ് ചെയ്യപ്പെടുന്നത് ഹൈദരാബാദ് വെച്ചിട്ടാണ്. പക്ഷേ ഈ ഹൈദരാബാദിൽ അതേപോലത്തെ സിറ്റികളിൽ അല്ലെങ്കിൽ പൂനെ പോലത്തെ സിറ്റികളിൽ GCCയുടെ ബാക്കെൻഡ് വർക്കുകൾ ചെയ്യുമ്പോൾ അല്ല അറബ് കൺട്രീസിൻ്റെ ബാക്കെൻഡ് വർക്കുകൾ ചെയ്യുമ്പോൾ അത് കോഴിക്കോട് പോലത്തെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ഹൈദരാബാദ് അതല്ലെങ്കിൽ ബാംഗ്ലൂർ മേഖലയിൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ടാലൻറ്റുകൾ മിക്കവരും കേരളത്തിൽ നിന്നോ കോഴിക്കോട് മേഖലയിൽ നിന്നോ അതല്ലെങ്കിൽ ഈ മേഖലയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ പോയി വർക്ക് ചെയ്യുന്നവരാണ്. ഈ കൺസോളിഡേഷനാണ് നമ്മൾ അടുത്തതായി ഈ മേഖലയിൽ മുതലെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു റവല്യൂഷൻ.